പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അംശബന്ധവും അനുപാതവും എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ PSC ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത നമ്മൾ റെയിൽവേ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് 40 മീറ്റർ ആൻഡ് 2 കിലോമീറ്റർ ഈസ്. 40 മീറ്ററിൻ്റെയും 2 കിലോമീറ്ററും തമ്മിലുള്ള റേഷ്യോ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. 40 കിലോമീറ്ററും 2 മീറ്ററും തമ്മിലുള്ള റേഷ്യോ 2 കിലോമീറ്ററും തമ്മിലുള്ള റേഷ്യോ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ യൂണിറ്റുള്ള 2 എലമെൻറ്റ് തമ്മിലുള്ള റിലേഷനാണ്, ബന്ധമാണ് റേഷ്യോ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഒരേ യൂണിറ്റ്, ഇവിടെ നോക്കിയേ, ഒന്ന് 40 മീറ്ററും അടുത്ത 2 കിലോമീറ്ററുമാണ്. ഇവിടുത്തെ യൂണിറ്റുകൾ ഒന്ന് മീറ്ററും മറ്റേത് കിലോമീറ്ററുമാണ്. അപ്പോൾ നമ്മൾ റേഷ്യോ കാണാൻ നേരത്ത് ഒന്നെങ്കിൽ രണ്ടിനെയും ഒരേ യൂണിറ്റിലേക്ക് കൺവെർട്ട് ചെയ്യണം. ഒന്നെങ്കിൽ രണ്ടുപേരെയും നമ്മൾ മീറ്റർ എന്ന യൂണിറ്റിലേക്ക് കൺവെർട്ട് ചെയ്യുക, അല്ലെങ്കിൽ രണ്ടുപേരെയും കിലോമീറ്ററിലേക്ക് കൺവെർട്ട് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ റേഷ്യോ കാണണമെങ്കിൽ രണ്ടുപേരും ഒരേ യൂണിറ്റുള്ള ആൾക്കാരായിരിക്കണം. അപ്പോൾ ഇവിടെ 40 മീറ്ററും 2 കിലോമീറ്ററുമാണ്. നമ്മൾ എന്ത് ചെയ്യുക, രണ്ടുപേരെയും മീറ്ററിലേക്ക് കൺവെർട്ട് ചെയ്യണം. ഇവിടെ നോക്കിയാൽ ഒന്ന് 40 മീറ്റർ, ഓക്കെ. അടുത്ത 2 കിലോമീറ്റർ, 2 കിലോമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം, മീറ്ററിലേക്ക് കൺവെർട്ട് ചെയ്യുക. കിലോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവെർട്ട് ചെയ്യുക. നോക്കാം. 2 കിലോമീറ്റർ നമുക്കറിയാം, 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്ററാണ്. 1 കിലോമീറ്റർ 1000 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ 2 കിലോമീറ്റർ എന്ന് പറയുന്നത് 2000 മീറ്ററാണ്. 2 കിലോമീറ്റർ 2000 മീറ്ററാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് 2 കിലോമീറ്ററിന് പകരം എത്ര എന്ന് എഴുതാം, 2000 മീറ്റർ എന്ന് എഴുതാം. ഇനി ഇത് തമ്മിലുള്ള റേഷ്യോ എഴുതാം. റേഷ്യോ എഴുതാൻ നേരത്ത് നോക്കിയേ, നമ്മൾ റേഷ്യോ എഴുതാൻ നേരത്ത് റേഷ്യോയ്ക്ക് പകരം എന്തെന്ന് എഴുതാം, ഇതിനെ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാം അല്ലേ. അതുകൊണ്ട് 40/2000 എന്ന് എഴുതാം. ഇത്രയും മനസ്സിലായല്ലോ. റേഷ്യോ എന്ന് പറയുന്നത് ഒരേ യൂണിറ്റുള്ള 2 എലമെൻറ്റ് തമ്മിലുള്ള ബന്ധമാണ് റേഷ്യോ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ 40 മീറ്റർ 2 കിലോമീറ്റർ, ഒന്നെങ്കിൽ രണ്ടിനെയും കിലോമീറ്ററിലേക്ക് കൺവെർട്ട് ചെയ്യുക, അല്ലെങ്കിൽ രണ്ടുപേരെയും മീറ്ററിലേക്ക് കൺവെർട്ട് ചെയ്യുക. നോക്കി, ഇവിടെ 40 മീറ്റർ അങ്ങനെ തന്നെ കിടക്കുന്നു. ദെൻ 2 കിലോമീറ്റർ എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മീറ്ററിലേക്ക് കൺവെർട്ട് ചെയ്യുന്നു. നമുക്കറിയാം 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ 2 കിലോമീറ്റർ എന്ന് പറയുന്നത് 2000 മീറ്റർ വരും. ഇത് നമ്മളുള്ള റേഷ്യോ എടുക്കാൻ നേരത്ത് എങ്ങനെയാണ് എടുക്കുന്നത്, 40/2000. നോക്കാം, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്തേ, 0 0 ക്യാൻസൽ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യും, 4ഉം 200 ക്യാൻസൽ ചെയ്യുന്നു. 4ഉം 200 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, മുകളിൽ 1 കിട്ടും. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. 200നെ 4 കൊണ്ട് ചെയ്യുമ്പോൾ 50 എന്ന് കിട്ടും. 200നെ 4 കൊണ്ട് ചെയ്യുമ്പോൾ 50 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 1/15 എന്ന് കിട്ടി. ഇതിനെ റേഷ്യോ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, 1:50 എന്ന് എഴുതാം. കണ്ടോ, ഇതാണ് ആൻസർ എ. മനസ്സിലായല്ലോ. നമുക്ക് തരുന്നത് എന്തിൻ്റെ റേഷ്യോ കാണാനാണോ തരുന്നത്, രണ്ടുപേരെയും എന്ത് ചെയ്യുക, ഒരേ യൂണിറ്റിലേക്ക് മാറ്റിയിട്ട് വേണം റേഷ്യോ കാണാൻ. റേഷ്യോ എന്ന് പറയുന്നത് ഏറ്റവും ലീസ്റ്റ് ഫോമിൽ എഴുതുന്നതിനെയാണ് റേഷ്യോ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ 40/2000 എന്ത് ചെയ്യും, ഏറ്റവും ലീസ്റ്റ് ഫോമിൽ എഴുതി 1:15 എന്ന് എഴുതി. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നോക്കിയേ, ഇഫ് x/y 3:1, then the ratio of x³ minus y³ is to x³ plus y³ is. എന്താ പറഞ്ഞേക്കുന്നത്, x/y എന്ന് പറയുന്നത് 3:1 ആണ്. അങ്ങനെയാണെങ്കിൽ x³ മൈനസ് y³ ഈസ് ടു x³ പ്ലസ് y³ കാണുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ അതേ നോക്കിയേ, ഏതോ രണ്ട് നമ്പേഴ്സിനെ x/y എന്ന് 2 പേരെ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ട്, 3:1 എന്ന് എഴുതി. ഇതിൽ നിന്നും നമുക്ക് എക്സിനെ 3k എന്നെടുക്കാം. 3k എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, x/y എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏതോ ഒരു 2 നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ x/y എന്ന് എടുത്തേക്കുന്നത് അല്ലേ. റേഷ്യോ എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും ലീസ്റ്റ് ഫോം ആയിരിക്കും. എന്ന് വെച്ചാൽ 2 നമ്പറിനെ, ഇപ്പോൾ എക്സിനെയും വൈയെയും ഏതോ ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 3/1 എന്ന് കിട്ടിയത്. അപ്പോൾ എക്സിനെയും വൈയെയും ഏതോ ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് ഏറ്റവും ലീസ്റ്റ് ഫോമായ 3/1 എന്ന ഫോം നമുക്ക് കിട്ടിയത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എക്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ
ഇവിടെ എക്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കെ ഡിവൈഡ് ചെയ്തേക്കുന്ന കെ അപ്പുറത്ത് കൊണ്ടുപോകണം അല്ലേ? ഡിവൈഡ് ചെയ്യുന്ന കെ അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 3 ഇൻറ്റു കെ എന്ന് വരും അല്ലേ? എക്സ് ഈക്വൽ ടു 3 ഇൻറ്റു കെ എന്ന് വരും. അതേപോലെ വൈ കിട്ടണമെങ്കിൽ ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന കെ എന്ത് ചെയ്യുക? ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക 1 ഇൻറ്റു കെ. കെ എന്ന് പറയുന്നത് ഏതോ ഒരു നമ്പർ, മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിവിടെ എക്സിനെ 3k എന്നും വൈയെ 1k എന്നും എഴുതാം. വൈയെ 1k എന്നും എഴുതാം, മനസ്സിലായോ? അപ്പം 3:y x/y ഈക്വൽ ടു 3:1 എന്ന് തരികയാണെങ്കിൽ അവിടുത്തെ എക്സ് എന്ന് പറയുന്നത് 3 ഇൻറ്റു കെ ആയിരിക്കും. അതേപോലെ വൈ എന്ന് പറയുന്നത് 1 ഇൻറ്റു കെ ആയിരിക്കും. കെ എന്ന് വെച്ചാൽ ഏതോ ഒരു നമ്പർ. ഇനി നോക്കി, ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് അല്ലേ? എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ആദ്യം കണ്ടുപിടിക്കണം. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 3k ആണ്. അന്നേരം 3k ദ ഹോൾ ക്യൂബ്, 3k ദ ഹോൾ ക്യൂബ് മൈനസ് വൈ എന്ന് പറയുന്ന 1k ആണ്. അപ്പോൾ 1k ദ ഹോൾ ക്യൂബ്. രണ്ട് പേർക്കും കൂടെ അധികാരപ്പെട്ടതാണ് ക്യൂബ്. ഓക്കെ, അപ്പം നോക്കിയേ 3k ക്യൂബ് എന്ന് പറഞ്ഞാൽ 3യുടെ ക്യൂബ് എത്ര? 27. കെയുടെ ക്യൂബ് k ക്യൂബ് മൈനസ് 1ൻ്റെ ക്യൂബ് 1, കെയുടെ ക്യൂബ് k ക്യൂബ്. അപ്പോൾ നോക്കിയേ 27k ക്യൂബ് മൈനസ് k ക്യൂബ്. ആൻസർ എത്ര കിട്ടും നമുക്ക്? 26k ക്യൂബ് എന്ന് കിട്ടും, മനസ്സിലായോ? 27k ക്യൂബിൽ നിന്ന് ഒരു k ക്യൂബ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 26k ക്യൂബ്, മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ഏതാ നമുക്ക് കണ്ടുപിടിക്കണേ? എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് കണ്ടുപിടിക്കണം അല്ലേ? എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് കണ്ടുപിടിക്കുക. എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ്. എക്സ് ക്യൂബ് എന്ന് വെച്ചാൽ എത്ര? 27k ക്യൂബ് അല്ലേ? ഇനി വൈ ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? k ക്യൂബ്. അപ്പം 27k ക്യൂബ് പ്ലസ് k ക്യൂബ് എത്ര കിട്ടും? 28k ക്യൂബ്. കണ്ടോ? അപ്പം എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് നമുക്ക് കിട്ടി 26k ക്യൂബ് എന്ന് കിട്ടി. എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് നമുക്ക് കിട്ടി 28k ക്യൂബ്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? അത് തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അത് തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കണം. അതേ നോക്കിക്കോ, എക്സ് ക്യൂബ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഈസ് ടു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇവിടെ നോക്കിയേ, എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് എത്ര കിട്ടി? 26k ക്യൂബ് എന്ന് കിട്ടി. ഈസ് ടു ഇനി എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എത്ര കിട്ടി? 28k ക്യൂബ് എന്ന് കിട്ടി. ഇനി ഇത് റേഷ്യോ എഴുതണ്ടേ? റേഷ്യോ എഴുതുമ്പോൾ ഏറ്റവും ലീസ്റ്റ് ഫോമിൽ വേണം എഴുതാൻ. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമുക്ക് രണ്ട് പേരുണ്ട്, 26k ക്യൂബ് ഡിവൈഡഡ് ബൈ 28k ക്യൂബ്. ഓക്കെ, k ക്യൂബും എന്ത് ചെയ്തു? ക്യാൻസൽ ആയിപ്പോയി. ഇനി 26 ഡിവൈഡ് ബൈ 28 എത്ര കിട്ടും? 26നെ 28നെ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മേളിൽ 13 എന്ന് കിട്ടും, താഴെ 14 എന്നും കിട്ടും. അപ്പോൾ നമ്മുടെ റേഷ്യോ എത്ര കിട്ടി? 13:14 എന്ന് കിട്ടി. ഓക്കെ, ഓപ്ഷൻ സി 13:14. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If two numbers are in the ratio of 5:8 and if 9 is be added to each, the ratio become 8:11. The lower number is. എന്താ പറഞ്ഞേക്കുന്നത്? രണ്ട് നമ്പർ തമ്മിലുള്ള റേഷ്യോ 5:8 ആണ്. രണ്ട് നമ്പർ തമ്മിലുള്ള റേഷ്യോ 5:8 ആണ്. ആ നമ്പേഴ്സിൻ്റെ കൂടെ 9 ആഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ പുതിയ റേഷ്യോ എന്ത് കിട്ടും? 8:11 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ, ഉദാഹരണം പറയുക, n1 n2 രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ എത്ര തന്നിട്ടുണ്ട് അവർ? 5:8 ആണ്. 5:8 ആണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഈ നമ്പേഴ്സിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്തു? 9 ആഡ് ചെയ്യുന്നു. ഈ നമ്പേഴ്സിൻ്റെ കൂടെ 9 ആഡ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടിയ റേഷ്യോ 8:11 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ ലോവസ്റ്റ്, ഇതിൽ n1 n2 എന്ന് പറഞ്ഞ രണ്ട് നമ്പറിനകത്തിലെ ഏറ്റവും ലോവസ്റ്റ് നമ്പർ ഏതാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ആദ്യം നമുക്ക് ഇവിടുത്തെ നമ്പേഴ്സിനെ എങ്ങനെ എടുക്കാം? രണ്ട് നമ്പർ തമ്മിലുള്ള റേഷ്യോ 5:1 ആണെന്ന് പറയുകയാണെങ്കിൽ, 5:8 എന്ന് പറയുകയാണെങ്കിൽ അവിടുത്തെ നമ്പേഴ്സിനെ നമുക്ക് n1 എന്ന് പറയുന്ന നമ്പറിനെ എങ്ങനെ എടുക്കാം? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനെ ഡിസ്കസ് ചെയ്തതുപോലെ n1 ഡിവൈഡ് ബൈ n2 എന്ന് പറഞ്ഞാൽ 5/8 ആണ്. ഏറ്റവും ലീസ്റ്റ് ഫോം ആണല്ലേ? എന്ന് വെച്ചാൽ n1നെ ഏതോ ഒരു നമ്പർ കൊണ്ട് നമുക്ക് x എന്ന് എടുക്കാം. ഏതോ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 5 കിട്ടി. അതേ നമ്പർ കൊണ്ട് n2നെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ n1 നോക്കി എന്താ പറഞ്ഞത്? n1
ഡിവൈഡ് ബൈ n2 അല്ലേ. ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് 5/8 എന്ന റേഷ്യോ പറയുന്നത്. രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ 5:8 വരണമെങ്കിൽ n1 n2 ഈ രണ്ട് നമ്പറിനെ ഏതോ ഒരു നമ്പർ കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഒരു റേഷ്യോ പറയുന്നത് ഏറ്റവും ലീസ്റ്റ് ഫോമിലാണ്. അപ്പോൾ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ 5:8 എന്ന് പറയണമെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിനെയും ഏതോ ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ n1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? n1 എന്ന് പറയുന്നത് 5 × x ആണ് അല്ലേ. ഈ എക്സിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഗുണിക്കും. അപ്പോൾ 5x. അപ്പോൾ ഇനി മുതൽ ഇത് നമ്മൾ പറയുന്നില്ല, ഡയറക്റ്റ് ഓർത്തിരുന്നോണം. ഇവിടെ 5:8 എന്നാണ് നമുക്ക് തരുന്നത്. നമുക്ക് തരുന്ന നമ്പേഴ്സ് അല്ല റേഷ്യോ എങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ ആളെ 5x എന്ന് എടുക്കണം, രണ്ടാമത്തെ ആളെ n2നെ, രണ്ടാമത്തെ നമ്പറിനെ 8x എന്ന് എടുത്തോണം. ഇതിൻ്റെ പിന്നിലുള്ള കണക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞതാണ് കേട്ടോ. ഇനി മുതൽ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. രണ്ട് നമ്പേഴ്സ് രണ്ട് റേഷ്യോ തരുവാണെങ്കിൽ അതിനെ നമ്മൾ 5x 8x എന്നുള്ള രീതിയിൽ എടുക്കും. ഓക്കെ, അപ്പോൾ രണ്ട് നമ്പേഴ്സ് നമ്മളെ റേഷ്യോ 5x എന്നും 8x എന്നും എടുത്തു. ഇതാണ് നമ്മുടെ രണ്ട് നമ്പേഴ്സ്. ഓക്കെ, ഇത് വെച്ച് ഇനി എന്താ പറഞ്ഞേക്കുന്നത് അവർ? ഈ നമ്പറിൻ്റെ കൂടെ 5xൻ്റെ കൂടെ 9 കൂട്ടുന്നു, അതേപോലെ 8xൻ്റെ കൂടെയും എന്ത് ചെയ്യുന്നു? 9 കൂട്ടുന്നു. 9 കൂട്ടുമ്പോൾ നമുക്ക് പുതിയൊരു റേഷ്യോ കിട്ടും, 8/11 എന്ന് കിട്ടുന്നു. 8/11 എന്ന് കിട്ടുന്നു. ഇനി എന്ത് ചെയ്യും? ഇതേ നോക്കി, ഇവിടെ രണ്ട് ഫ്രാക്ഷൻ ഈക്വൽ ഇട്ട് തരുമ്പോൾ എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ട് ഗുണിക്കും, ഇത് ഇങ്ങോട്ട് ഗുണിക്കും അല്ലേ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 5x + 9 × 11 എന്ത് കിട്ടും നമുക്ക്? 5x × 11 5x + 9 × 11 = 8x + 9 × 8. ഇവിടെ നോക്കിയാൽ ഇനി 5x ഈ 11നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇനി രണ്ട് പേരായിട്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ ആദ്യം 11 × 5x നമുക്കറിയാം 55x + 11 × 9 എത്ര കിട്ടും? 99 = 8 × 8x 64x + 8 × 9 72. ഇനി എന്ത് ചെയ്യണം? എക്സിൻ്റെ ടേമിനെ എല്ലാം ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക, എക്സ് ഇല്ലാത്ത ടേമിനെ എല്ലാം മറുഭാഗത്തേക്ക് കൊണ്ടുപോവുക. ഇവിടെ നോക്കിയേ, ഈ 72നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പം 72 എന്ന് പറയുന്നത് -72 ആവും അല്ലേ. ഇപ്പുറത്ത് =ൻ്റെ ഇപ്പുറത്ത് +72 ആണ്. അതിനെ നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പം =ൻ്റെ അടുത്ത ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പം പ്ലസ് എന്താവും? മൈനസ് ആവും. അപ്പം 99 - 72 എന്ന് എഴുതാം. ഇവിടെ 64x കിടപ്പുണ്ട്, 64x ഉണ്ട്. ഇനി എന്ത് ചെയ്യും? നമ്മൾ ഈ 55x എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും? =ൻ്റെ അടുത്ത സൈഡിലേക്ക് കൊണ്ടുപോകും. ഈ +55x എന്തായിട്ടും മാറും? -55x ആവും. ഓക്കെ ആണോ? ഓക്കെ, ഇനി 99 - 72 ആൻസർ കിട്ടും 27 എന്ന ആൻസർ കിട്ടും. 64xൽ നിന്നും 55x പോയാൽ 9x എന്ന ആൻസർ കിട്ടും. ഇനി നമുക്ക് x ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് x = 27/9 അല്ലേ. ഗുണിച്ചിരിക്കുന്ന 9 എന്ത് ചെയ്യും? =ൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? അത് ഡിവിഷൻ ആവും. അപ്പം 27/9 3 എന്ന ആൻസർ കിട്ടി. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 എന്ന് കിട്ടി. ഇനി എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ദ ലോവർ നമ്പർ, ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മളിവിടെ രണ്ട് നമ്പർ എടുത്തായിരുന്നല്ലോ. n1 എന്ന് പറയുന്ന 5x ആണ്, n2 എന്ന് പറയുന്ന 8x ആണ്. രണ്ട് നമ്പർ എടുത്തു അല്ലേ. ഇതിലെ ചെറിയ നമ്പർ ഏതായിരിക്കും? നമുക്കറിയാം, ചെറിയ നമ്പർ കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും ചെറിയ നമ്പർ അല്ലേ. രണ്ടുപേരെയും ഏതൊരു കോമൺ നമ്പറിനെ ഗുണിച്ചേക്കുവാണല്ലോ. അപ്പോൾ ചെറിയ നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് ചെറിയ നമ്പർ കിട്ടുന്നത് അല്ലേ. 8നേക്കാൾ ചെറിയ നമ്പറാണ് 5. അപ്പോൾ 5നെ x കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് ചെറിയ നമ്പർ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെറിയ നമ്പർ എത്രയായിരിക്കും? 5x. 5x = 5 × എക്സിൻ്റെ വാല്യൂ എത്ര? 3 അല്ലേ. 5 × 3 15 എന്ന ആൻസർ കിട്ടി. ഓക്കെ ആണോ? മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. If x is to y = 3:4, then the value of 5x - 2y divided by 7x + 2y. ഓക്കെ, ഇപ്പോൾ ഇവിടെ x is to y എന്ന് കൊടുത്തിട്ടുണ്ട്. x is to y എന്ന് പറയുന്നത് 3:4 ആണ്. എങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എക്സിനെ നമുക്ക് എങ്ങനെ എടുക്കാം? നമ്മൾ പറഞ്ഞു ഏതോ ഒരു കോമൺ നമ്പർ കൊണ്ട് എക്സിനെയും വൈയെയും ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 3:4 എന്ന അംശബന്ധം കിട്ടുന്നത് അല്ലേ. x is to y
എന്ന് പറയുന്നത് 3:4 കിട്ടണമെങ്കിൽ, ഏറ്റവും ലീസ്റ്റ് ഫോമിലേക്ക് വരണമെങ്കിൽ ഏതോ ഒരു നമ്പർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കോമൺ നമ്പർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സിനെയും വൈയെയും കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എക്സ് കിട്ടണമെങ്കിൽ ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന കെ എന്ന് പറയുന്ന അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, ഇൻറ്റു ആവും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 3K വരും, വൈ എന്ന് പറയുന്നത് 4K വരും. മനസ്സിലായോ? അപ്പോൾ ഇനി മുതൽ അംശബന്ധം തരുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ ഇതങ്ങ് എടുത്തെഴുതുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇതാണ് അങ്ങനെ എഴുതാൻ കാരണമെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എക്സിനെ നമുക്ക് 3K എന്നും വൈയെ നമുക്ക് എന്തെന്നും കൊടുക്കാം, 4K എന്നും കൊടുക്കാം. ഇംഗ്ലീഷിൽ ഏത് ആൽഫബറ്റും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ 3x എന്ന് ഉപയോഗിക്കാഞ്ഞത് കാരണം ഇവിടെ ഓൾറെഡി എക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ, എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ അടുത്തൊരു ആൽഫബറ്റ് K എന്ന് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 3K കിട്ടി, വൈ എന്ന് പറയുന്നത് 4K കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്താ ക്വസ്റ്റ്യൻ, 5x - 2y ഡിവൈഡഡ് ബൈ 7x + 2y. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. ഇവിടെ നോക്കിയാൽ 5x എന്ന് വെച്ചാൽ 5 ഇൻറ്റു എക്സ് എത്രയാ, 3K. അപ്പോൾ 5 ഇൻറ്റു 3K മൈനസ് 2 ഇൻറ്റു വൈ അല്ലേ, വൈ എന്ന് പറയുന്നത് 4K. 2 ഇൻറ്റു വൈ 4K, 2 ഇൻറ്റു 4K. ഇവിടെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അടുത്ത 7 ഇൻറ്റു എക്സ് 3K, എക്സിന് പകരം 3K ഇട്ട് കൊടുത്തു. ഇനി 2 ഇൻറ്റു വൈക്ക് പകരം 4K ഇട്ട് കൊടുത്തു. ചെയ്യുക. 5 ഇൻറ്റു 3K എത്ര കിട്ടും, 5 ഇൻറ്റു 3K 15K മൈനസ് 2 ഇൻറ്റു 4K 8K ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 3K 21K മൈനസ് 2 ഇൻറ്റു 4K 8K. സോറി, ഇവിടെ പ്ലസ് ആണ്, താഴെ പ്ലസ് ആയിരുന്നു. ഓക്കെ, നോക്കിയേ 15Kയിൽ നിന്ന് 8K പോയാൽ നമുക്ക് ആൻസർ കിട്ടും 7K എന്ന ആൻസർ കിട്ടും. അടുത്ത 21Kയുടെ കൂടെ 8K കൂട്ടിയാൽ നമുക്കറിയാം 29K കിട്ടും, 29K. നോക്കിയേ രണ്ടിടത്തും മേളിലും താഴെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും അംശത്തിലും ഛേദത്തിലും എന്തുണ്ട്, K എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. അതുകൊണ്ട് K ഞാൻ ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് കിട്ടി, 7/29 എന്ന് കിട്ടി, 7/29 എന്ന് കിട്ടി. ഓപ്ഷൻ സി. മനസ്സിലായല്ലോ. അടുത്തതിലേക്ക് പോകാം. നോക്കിയേ, റേഷ്യോ ഓഫ് ബോയ്സ് ടു ദി ഗേൾസ് ഇൻ എ ക്ലാസ് ഈസ് 5:4. ഒരു ക്ലാസ്സിലെ ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട്, 5:4 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് കനോട്ട് ബി ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. കനോട്ട് ബി, താഴെ കുറേ നമ്പർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ക്ലാസ്സിലെ ബോയ്സും ഗേൾസും തമ്മിലുള്ള അംശബന്ധം 5:4 ആണെങ്കിൽ ആ ക്ലാസ്സിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വരാൻ ചാൻസ് ഇല്ലാത്ത നമ്പർ ഏതാണെന്നാണ് ചോദ്യം. ആ ക്ലാസ്സിലെ ടോട്ടൽ നമ്പർ വരാൻ ചാൻസ് ഇല്ലാത്ത നമ്പർ ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. നമുക്കറിയാം ഇവിടെ ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 5:4 ആണ്. 5:4 ആണ് എന്ന് വെച്ചാൽ ബോയ്സിനെയും ഗേൾസിനെയും ഏതോ ഒരു നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഏറ്റവും ലീസ്റ്റ് ഫോമായ 5:4 എന്ന് കിട്ടിയത് അല്ലേ. മനസ്സിലായോ? ബോയ്സിനെയും ഗേൾസിനെയും ഏതോ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 5:4 എന്ന് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാമല്ലോ, ഇവിടുത്തെ ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 5/4 ഏതോ ഒരു കോമൺ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ പോരെ, ഏതോ ഒരു കോമൺ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ അല്ലേ. ഏതോ ഒരു കോമൺ നമ്പർ കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും അവിടുത്തെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം അല്ലേ. ഇനി അത് ഏതാ കോമൺ നമ്പർ നോക്കാം. ഇവിടെ നോക്കിയേ, ഇതിനെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് റേഷ്യോ എങ്ങനെയാണ് പറയുന്നത്. നോക്കിയേ, 5+4, ഇതിൻ്റെ അർത്ഥം 5 + 4 9 അല്ലേ. ഈ ക്ലാസ്സിൽ 9 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ, ആ ക്ലാസ്സിലെ 9 കുട്ടികളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 പേര് ബോയ്സും 4 പേര് ഗേൾസുമാണ്. ഇതാണ് ഈ അംശബന്ധത്തിൻ്റെ അർത്ഥം. 9 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 പേര് ബോയ്സുമായിരിക്കും, 4 പേര് ഗേൾസുമായിരിക്കും. അടുത്ത 18 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അല്ലേ, 9ൻ്റെ അടുത്ത ഗുണിതം 18 ആണ്. 18 പേരെ എടുത്തു കഴിഞ്ഞാൽ 10 പേര് ബോയ്സും 8 പേര് ഗേൾസുമായിരിക്കും. ഇതെങ്ങനെയാണ് അംശബന്ധം പോകുന്നത് അല്ലേ. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ ക്ലാസ്സിലെ ടോട്ടൽ നമ്പർ അംശബന്ധം പറയുന്നത് 9 എന്ന അംശബന്ധത്തിലാണ് പറയുന്നത്. 9ൽ 5 ഭാഗം ബോയ്സും 4 ഭാഗം ഗേൾസുമാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിലെ കുട്ടികളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. മനസ്സിലായാലോ? ഈ തന്നേക്കുന്ന റേഷ്യോ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 9 കിട്ടും. അതിനർത്ഥം 9ൽ 5 പേര് ബോയ്സും 9ൽ 4 പേര് ഗേൾസും എന്നാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ 9 ഭാഗത്തിൽ 5 ഭാഗം ബോയ്സും 4 ഭാഗം ഗേൾസുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഈ ക്ലാസ്സിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്. അങ്ങനെയാണെങ്കിൽ നോക്കുക, 45 എന്ന് പറയുന്നത് 9ൻ്റെ ഗുണിതമാണോ? അതെ, 45 എന്ന് പറയുന്നത് 9ൻ്റെ ഗുണിതമാണ്. 72 9ൻ്റെ ഗുണിതമാണോ? 72 9ൻ്റെ ഗുണിതമാണ്. 108 9ൻ്റെ ഗുണിതമാണോ? 108 9ൻ്റെ ഗുണിതമാണ്. വെറുതെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അടുത്തത് 98 9ൻ്റെ ഗുണിതമാണോ? അല്ല, 98 എന്ന് പറയുന്നത് 9ൻ്റെ ഗുണിതമല്ല. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 98 ആണ്. ആ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണമായിട്ട് വരാൻ ചാൻസ് ഇല്ലാത്തത് ആരാണ്? 98 ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ടു നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 2:3 ആൻഡ് ദെയർ പ്രോഡക്റ്റ് ഈസ് 96. ദ സം ഓഫ് ദ നമ്പർ ഈസ്. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. അപ്പോൾ രണ്ട് നമ്പേഴ്സ് n1 ഡിവൈഡ് ബൈ n2 എന്ന് പറയുന്നത് 2:3 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് മാതിരി n1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 × x ആയിരിക്കും. അടുത്ത n2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 × x ആയിരിക്കും. ഏതൊരു കോമൺ നമ്പർ കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും. ഓക്കെ ആണോ? n1നെ 2x എന്നെടുത്തു, n2നെ 3x എന്നെടുത്തു. ഇനി എന്ത് ചെയ്യണം? ഇത് തമ്മിലുള്ള പ്രോഡക്റ്റ്, ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇത് തമ്മിൽ ഗുണിക്കുന്നത് 2xും 3xും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടും എത്രയാണ്? 96. നമുക്ക് കിട്ടും 96. 2xും 3xും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടും 96. ഓക്കെ, 2x × 3x എത്ര കിട്ടും? 6x² എന്ന് കിട്ടും അല്ലേ? 2 × 3 6, x × x² അപ്പം 6x² എന്ന് പറയുന്നത് 96 ആണ്. അങ്ങനെയാണെങ്കിൽ x² എന്ന് പറയുന്നത് 96 ഡിവൈഡ് ബൈ 6. 96 ഡിവൈഡ് ബൈ 6 എത്ര കിട്ടും? 16 എന്ന് കിട്ടും. 96 ഡിവൈഡ് ബൈ 6 16. x² എന്ന് പറയുന്നത് 16 ആണെങ്കിൽ x എന്തായിരിക്കും? √16. x² 16 ആണെങ്കിൽ x എന്തായിരിക്കും? √16. √16 എന്ന് വെച്ചാൽ 4. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ കിട്ടി 4. ഇനി എന്താണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്? അങ്ങനെയാണ് എങ്കിൽ ദ സം ഓഫ് ദി ടു നമ്പേഴ്സ്, ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2x + 3x. ഇത് തമ്മിലുള്ള സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. 2xും 3xും കൂടെ കൂട്ടിയാൽ നമുക്കറിയാം 5x കിട്ടും അല്ലേ? 5x 5 ഇവിടുത്തെ x എന്ന് വെച്ചാൽ എത്ര? 4. 5 × 4 20. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മുടെ സം എന്ന് പറയുന്ന 5x ആണ്. ഇനി ഈ എക്സിൻ്റെ സ്ഥാനത്തേക്ക് എന്ത് ചെയ്യുക? നമ്മൾ കണ്ടുപിടിച്ച എക്സിൻ്റെ വാല്യൂ ഇട്ട് നോക്കുക. അന്നേരം 5 × 4 എന്ന് പറയുന്നത് 20 എന്ന് കിട്ടും. ഓപ്ഷൻ ബി. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി മുതൽ ഇങ്ങനെ റേഷ്യോ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്റ്റായിട്ട് 2x 3x എന്ന് എടുക്കുക. രണ്ട് നമ്പേഴ്സാണ് പറയുന്നതെങ്കിൽ 2x 3x എന്നങ്ങ് എടുത്തേക്കണം. ഓക്കെ, നോക്കാം. ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 116 2/3% of the second number. Then the ratio of first number to second number. എന്താ പറഞ്ഞേക്കുന്നത്? രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള സമ്മ്, രണ്ട് നമ്പേഴ്സിനെ നമുക്ക് എക്സ് എന്നും വൈ എന്നും എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എക്സ് + വൈ, രണ്ട് നമ്പേഴ്സിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു, വൈ എന്ന് എടുക്കുന്നു. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സം ഓഫ് ടു നമ്പേഴ്സ്, ആ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് വെച്ചാൽ എക്സ് + വൈ എന്ന് പറയുന്നത് ഈസ് 116 2/3% of the second number. 116 2/3% of second number. സെക്കൻഡ് നമ്പർ എത്ര? വൈ ആണ് അല്ലേ? അപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 116 2/3% ഓഫ് സെക്കൻഡ് നമ്പർ ഓഫ് വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ദ റേഷ്യോ ഓഫ് ഫസ്റ്റ് നമ്പർ ടു സെക്കൻഡ് നമ്പർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റേഷ്യോ കണ്ടുപിടിക്കണം. x/y, ഫസ്റ്റ് നമ്പർ ടു സെക്കൻഡ് നമ്പർ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ക്വസ്റ്റ്യൻ അനുസരിച്ച് തന്നേക്കുന്നത് രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് തന്നിട്ടുണ്ട്. എന്താ അത്? സെക്കൻഡ് നമ്പറിൻ്റെ 116 2/3% ആണ്. ഓക്കെ, ഇനി ഇങ്ങനെ പെർസെൻറ്റേജ് തരുമ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് നോക്കിയാൽ 116 2/3 എന്ന് പറയുന്ന ഒരു മിക്സ് ഫ്രാക്ഷൻ ആണ്. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുക?
അതിനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റുക. നോക്കാം. പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ വരും? 116 ഇൻറ്റു ഇതിനെ മാറ്റുമ്പോൾ 116 ഇൻറ്റു 3 + 2 അല്ലേ? എത്ര കിട്ടും? ഡിവൈഡഡ് ബൈ 3 ഉണ്ട്. ഡിവൈഡ് ബൈ 3 എത്ര കിട്ടും? 116 ഇൻറ്റു 3 6 3 18 8 ശിഷ്ടം 1 1 ഇൻറ്റു 3 3 + 1 4 1 ഇൻറ്റു 3 3 3 + 2 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും. 350 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. 350 ഡിവൈഡ് ബൈ 3. അപ്പോൾ 116 2/3% വരെ നമുക്ക് എത്ര എഴുതാം? 350 ഡിവൈഡ് ബൈ 3% എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ എഴുതാം എക്സ് പ്ലസ് വൈ, ഇതിനെ നമുക്ക് മാറ്റി എഴുതുക എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 350 ഡിവൈഡഡ് ബൈ 3% ഓഫ് വൈ. ഓഫ് വൈ എന്ന് വെച്ചാൽ ഇൻറ്റു വൈ. ഓഫ് വന്നു കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഇൻറ്റു വൈ എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി എന്തുവാ ഇതിനെ പെർസെൻറ്റേജ് അല്ലേ? പെർസെൻറ്റേജ് കാണുന്നത് എങ്ങനെയാണ്? ഡിവൈഡഡ് ബൈ 100 ആണ് നമ്മൾ പെർസെൻറ്റേജ് കാണുന്നത്. ഡിവൈഡ് ബൈ 100. ഇപ്പോൾ 20% എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 20 ഡിവൈഡ് ബൈ 100 എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 350/3% എന്നുള്ളതിന് എന്ത് ചെയ്യണം? 350 ഡിവൈഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 100 എന്ന് എടുക്കാം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു 1/100 എന്ന് എടുക്കാം. എങ്ങനെ എടുക്കാം? 350 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 1/100 ഇൻറ്റു വൈ. ആൻസർ എത്ര കിട്ടും? 350 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 100 300 ഇൻറ്റു വൈ. 300 ഇൻറ്റു വൈ. ഇത് ഇവിടെ നോക്കിയേ 0 0 ക്യാൻസൽ ആവും. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 കിട്ടും. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 7/6 വൈ എന്ന് കിട്ടി. 7/6 വൈ എന്ന് കിട്ടി. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 7/6 വൈ എന്ന് കിട്ടി. ഓക്കെ, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 7y ഡിവൈഡ് ബൈ 6 എന്ന് കിട്ടി. നോക്കിയാൽ രണ്ട് ഫ്രാക്ഷൻ ഈക്വൽ ഇട്ട് തന്നു അല്ലേ? എല്ലാ നമ്പേഴ്സിൻ്റെയും താഴെ എന്തുണ്ട്? ഡിനോമിനേറ്റർ 1 ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഇത് രണ്ട് ഫ്രാക്ഷനാണ്. രണ്ട് ഫ്രാക്ഷൻ ഈക്വൽ ഇട്ട് തന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യും അല്ലേ? എക്സ് പ്ലസ് വൈ ഇൻറ്റു 6 നമുക്ക് എങ്ങനെ എഴുതാം? 6x + 6y എന്ന് എഴുതാം. 6x + 6y ഈക്വൽ ടു 7y. ഇനി വൈയുടെ ടേം എല്ലാം ഒരിടത്ത് എഴുതുക. അങ്ങനെയാണെങ്കിൽ 6x ഈക്വൽ ടു 7y. ഈ 6y എന്ത് ചെയ്യുക? ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം -6y എന്നാവും. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. അങ്ങനെയാണെങ്കിൽ 6x ഈക്വൽ ടു 7y - 6y. ആൻസർ എത്ര കിട്ടും? y എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 6x ഈക്വൽ ടു വൈ എന്ന് കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും തമ്മിലുള്ള റേഷ്യോ ആണ് അല്ലേ? റേഷ്യോ പറയണമെങ്കിൽ എന്ത് എഴുതുക? x/y. ഇതിനെ വേറൊരു ഫോമിൽ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? x ഡിവൈഡ് ബൈ വൈ എന്ന് കിട്ടും. അതും റേഷ്യോ ആണ് അല്ലേ? ഇവിടെ നോക്കിയേ, എക്സ് ഇവിടെ കിടപ്പുണ്ട്, 6ൻ്റെ കൂടെ ഗുണിച്ചിരിക്കുകയാണ്. അത് ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് പോകുമ്പം എന്ത് ചെയ്യും? ഡിവിഷൻ ആവും. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പം ഡിവിഷൻ ആവും അല്ലേ? അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയാം, ഈ വൈയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. വൈയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പം എന്താവും? എക്സ് ഡിവൈഡഡ് ബൈ വൈ ആവും അല്ലേ? ഇവിടെ ഗുണിച്ചിരിക്കുന്ന 1ൻ്റെ കൂടെ ഗുണിച്ചിരിക്കുമല്ലേ? 1ൻ്റെ കൂടെ ഗുണിച്ചിരിക്കുന്ന വൈയെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്താവും? ഡിവൈഡ് ബൈ വൈ ആവും. ഈക്വൽ ടു ഇവിടെ ഓൾറെഡി 1 ഉണ്ട് അല്ലേ? 1 ഇവിടെ 6ൻ്റെ കൂടെ അല്ല, എക്സിൻ്റെ കൂടെ 6 എന്ത് ചെയ്തേക്കുക? ഗുണിച്ചിരിക്കുക. ഈ 6 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അപ്പോൾ നമുക്ക് 1/6 എന്ന് എഴുതാം. മനസ്സിലായോ? അപ്പോൾ XY എന്ന് പറയുന്നതിനെ 1/6 എന്ന് കിട്ടി. അതിനർത്ഥം എന്താണ്? x/y എന്നുള്ളത് എത്ര എന്ന് കിട്ടി? x/y എന്നുള്ളത് എത്ര എന്ന് കിട്ടി? 1/6 എന്ന് കിട്ടി. മനസ്സിലായോ? ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ദ പ്രസൻറ്റ് റേഷ്യോ ഓഫ് ഏജസ് ഓഫ് A and B is 4:5. A and B is 4:5. 18 years ago, this ratio was 11:16. The sum of total of their present age is. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? എയുടെയും ബിയുടെയും ഇപ്പോൾ ഈ സമയത്തെ ഏജ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ A/B അവർ തമ്മിലുള്ള ഏജിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:5 ആണ്. 4:5 ആണ്.
എന്താ പറഞ്ഞത്, എയുടെയും ബിയുടെയും ഏജ് തമ്മിലുള്ള ഇപ്പോഴത്തെ ഏജ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 4:5 ആണ്. ഇനി 18 വർഷത്തിന് മുമ്പ് അവരുടെ റേഷ്യോ, അവരുടെ വയസ്സുകൾ തമ്മിലുള്ള റേഷ്യോ 11:11 11:16 ആയിരുന്നു. 11:16 ആണ്. ദ സം ഓഫ് ടോട്ടൽ ഓഫ് ദെയർ പ്രസൻറ്റ് ഏജ്, അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഏജിൻ്റെ, ഇപ്പോഴുള്ള വയസ്സിൻ്റെ തുക എന്ത്? ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം A:B അല്ലേ, അവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, 4:5 ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെ വയസ്സിനെ നമുക്ക് പറയാം 4x, എയുടെ വയസ്സിനെ നമുക്ക് പറയാം 4x, ബിയുടെ വയസ്സിനെ നമുക്ക് പറയാം 5x, ബിയുടെ വയസ്സ് 5x, ഇപ്പോഴത്തെ ബിയുടെ വയസ്സ് 5x ആണ്, എയുടെ വയസ്സ് 4x ആണ്. ഓക്കെ ആണോ? ഇനി 18 വർഷത്തിന് മുമ്പ് എയുടെ വയസ്സ് എന്താ? ഇപ്പോൾ എയുടെ വയസ്സ് 4x ആണെങ്കിൽ 18 വർഷത്തിന് മുമ്പ് എയുടെ വയസ്സ് എത്രയായിരിക്കും? ഇപ്പോഴത്തെ വയസ്സിനേക്കാൾ 18 വയസ്സ് കുറവായിരിക്കും അല്ലേ? എങ്കിൽ നമുക്ക് എഴുതാം, എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് എഴുതാം 4x മൈനസ് 18, 4x മൈനസ് 18. ഇനി ബിയുടെ വയസ്സ് എന്തായിരുന്നു 18 വർഷത്തിന് മുമ്പ്? ഇപ്പോഴത്തെ വയസ്സ് 5x ആണ്. അങ്ങനെയാണെങ്കിൽ 18 വർഷത്തിന് മുമ്പ് എന്തായിരിക്കും? 5x മൈനസ് 18. ഇനി ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് തന്നേക്കുന്നത്. റേഷ്യോ എന്ന് പറയുന്നത് എത്ര ഇട്ടു? 11:16 ആണ്. എന്ന് വെച്ചാൽ 11/16. ഓക്കെ, രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ഇട്ട് തന്നു അല്ലേ, രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ഇട്ട് തന്നു. എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എന്താണോ തരുന്നത് അത് നിരത്തി എഴുതിയാൽ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനുള്ള വഴി കിട്ടും അല്ലേ. ഇതേ നോക്കിയേ, 16 ഇൻറ്റു 4x മൈനസ് 18 ഈക്വൽ ടു 11 ഇൻറ്റു 5x മൈനസ് 80. ഓക്കെ, ചെയ്ത് നോക്കിയേ എത്ര കിട്ടും? 16 ഇൻറ്റു 4 64, 16 ഇൻറ്റു 4 64x, 64x മൈനസ് 16 ഇൻറ്റു 18, 16 ഇൻറ്റു 18. അതിന് നമുക്ക് അങ്ങനെ തന്നെ ഇടാം, 16 ഇൻറ്റു 18 ചെയ്യാനുള്ള എളുപ്പമൊഴിക്കാന്ന്. 16 ഇൻറ്റു 18. അടുത്ത 11 ഇൻറ്റു 5x ഞാൻ എഴുതി 55x, 11 ഇൻറ്റു 5x 55x മൈനസ് 11 ഇൻറ്റു 18, 11 ചെയ്യണം. നമുക്ക് എക്സ് ആണ് കാണേണ്ടത് അല്ലേ. എക്സിൻ്റെ ടേം എല്ലാം ഒരിടത്ത് വരിക, 64x. ഇവിടുത്തെ 55x ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? മൈനസ് 55x ആവും. കാരണം ഇവിടെ 55-ന് ചിഹ്നം പ്ലസ് ആണ്, അത് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? മൈനസ് 55x ആവും. ഇനി എന്ത് ചെയ്യുക? ഇവിടെ നോക്കിയേ, ഈ മൈനസ് 16 ഇൻറ്റു 18 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? പ്ലസ് 16 ഇൻറ്റു 18 ആവും. പ്ലസ് 16 ഇൻറ്റു 18 മൈനസ് ഇവിടെ കിടക്കുന്ന മൈനസ് 11 ഇൻറ്റു 18. ഓക്കെ ആണോ? ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് നോക്കി. 64x നിന്നും 55x പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? ബാക്കി 9x. 64x നിന്നും 55x പോയാൽ ബാക്കി 9x. 9x ഈക്വൽ ടു, ഇവിടെ നോക്കിയാൽ രണ്ടിടത്തും നമുക്ക് 18 ഉണ്ട് അല്ലേ. ഇവിടെയും 18 ഉണ്ട്, ഇവിടെയും 18 ഉണ്ട്. ഈ 18-നെ ഞാൻ ഇനി പുറത്തെടുക്കുന്നു. അപ്പം 18 ഇൻറ്റു ഇവിടെ ബാക്കി എന്താ അവശേഷിക്കും? 16 മൈനസ് 11, 16 മൈനസ് 11 അവശേഷിക്കും. ഓക്കെ, ഇനി 16 മൈനസ് 11 എത്ര കിട്ടും? 5 എന്ന് കിട്ടും അല്ലേ. 16 മൈനസ് 11 5. ഇനി ഇവിടെ നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു, ഗുണിച്ചിരിക്കുന്ന 9-നെ അപ്പുറത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യും. 18 ഇൻറ്റു 5, 18 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 9. ഈ 9ഉം 18ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു, 2 എന്ന് കിട്ടും. 2 ഇൻറ്റു 5 10, 2 ഇൻറ്റു 5 10. ഇനി എന്താ? എക്സ് കിട്ടി, നമുക്ക് 10 എന്ന് കിട്ടി അല്ലേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തുവാ? ദ സം ഓഫ് ടോട്ടൽ ഓഫ് ദെയർ പ്രസൻറ്റ് ഏജ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഏജിൻ്റെ, പ്രസൻറ്റ് ഏജിൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസൻറ്റ് ഏജ് ഏതാ? ഇപ്പോഴത്തെ എയുടെ പ്രസൻറ്റേജ് 4x ആണ്, ബിയുടെ പ്രസൻറ്റേജ് 5x ആണ് അല്ലേ. 4 ഇൻറ്റു എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഇവിടെ 10 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ പ്രസൻറ്റേജ് എന്തായിരിക്കും? 4 ഇൻറ്റു 10 40 എന്ന് കിട്ടും. 4 ഇൻറ്റു 10 40. ഇപ്പോഴത്തെ പ്രസൻറ്റേജ്, എയുടെ പ്രസൻറ്റേജ് 40 ആണ്. ബിയുടെ പ്രസൻറ്റേജ് എന്താ? 5 ഇൻറ്റു എക്സ് അല്ലേ. എക്സ് 10 ആണ്, 5 ഇൻറ്റു എക്സ് ആകുമ്പോൾ 5 ഇൻറ്റു 10 15, 50 എന്ന് കിട്ടും. 50. അപ്പം ബിയുടെ പ്രസൻറ്റേജ് എത്ര? 50 ആണ്. ഇനി ഇത് തമ്മിലുള്ള സമ്മ് 40 പ്ലസ് 50 എത്ര കിട്ടും? 40 പ്ലസ് 50, ആൻസർ 90. ആൻസർ 90. ഓക്കെ ആണോ? ഓപ്ഷൻ എ. അപ്പം ക്വസ്റ്റ്യനകത്ത് തന്നേക്കുന്നത് നിരത്തി എഴുതിയാൽ തന്നെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. A:B
എ ഈസ് ടു ബി എന്ന് പറയുന്നത് സി ഈസ് ടു ഡിക്ക് ഈക്വൽ ആണ്. സി ഈസ് ടു ഡിക്ക് ഈക്വൽ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കോ, എ ഈസ് ടു ബി എന്ന് പറയുന്നത് സി ഈസ് ടു ഡിക്ക് ഈക്വൽ ആണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയറിൻ്റെ വാല്യൂ കാണുക. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എ ഈസ് ടു ബി എന്ന് പറയുന്നത് സി ഈസ് ടു ഡിക്ക് ഈക്വൽ ആണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എത്രയാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി ആണ്. എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി ആണ്. നമുക്ക് അതിനെ എഴുതാം എ ബൈ ബി. എ ഈസ് ടു ബി എങ്ങനെ എഴുതാം? എ ബൈ ബി. അത് എന്തിന് ഈക്വൽ ആണ്? സി ബൈ ഡിക്ക് ഈക്വൽ ആണ്. സി ബൈ ഡിക്ക് ഈക്വൽ ആണ് എന്ന് വെച്ചാൽ രണ്ടുപേരും ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ ആയിരിക്കും. രണ്ടുപേരുടെയും എ ബൈ ബി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏതാണോ നമ്പർ അത് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയാം, എ ബൈ ബി ചെയ്യുമ്പോൾ നമുക്ക് ഒരു നമ്പർ കിട്ടുന്നു. എ ബൈ ബി ചെയ്യുമ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്നൊരു നമ്പറാണ് കിട്ടുന്നതെങ്കിൽ അതേ നമ്പർ തന്നെ ആയിരിക്കും സി ബൈ ഡി ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത്. എ ബൈ ബി ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും, ആ നമ്പർ തന്നെ ആയിരിക്കും സി ബൈ ഡി ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ദേ ഇവിടെ നോക്കിയേ, എനിക്കിവിടെ എ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബി ഇൻറ്റു എക്സ്. ബി എ എന്ത് ചെയ്യണം? എനിക്ക് ആ നമ്പർ, ആ കിട്ടുന്ന കോൺസ്റ്റൻ്റ് ഉണ്ടല്ലോ, ആ കോൺസ്റ്റൻറ്റുമായിട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എനിക്ക് എ കിട്ടും അല്ലേ? ബി എ ആ കോൺസ്റ്റൻ്റ് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരെ കിട്ടും? എ കിട്ടും. മനസ്സിലായോ? അതേപോലെ സി കിട്ടണമെങ്കിൽ, ഇവിടെ മേളിൽ കിടക്കുന്ന അംശത്തിൽ കിടക്കുന്ന സി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഡി എ എനിക്ക് എക്സുമായിട്ട് ഗുണിച്ചാൽ മതി, ഡി എക്സ്. മനസ്സിലായോ? അപ്പം എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി എന്ന് പറയുന്നത് അതൊരു കോൺസ്റ്റൻറ്റ് നമ്പറാണ്. എന്നുവെച്ചാൽ എ ബൈ ബി ചെയ്യുമ്പോൾ നമുക്ക് എക്സ് എന്നാണ് കിട്ടുന്നതെങ്കിൽ സി ബൈ ഡി ചെയ്താലും നമുക്ക് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി അതിലെ എ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എ കിട്ടണമെങ്കിൽ നമുക്കറിയാം രണ്ട് ഫ്രാക്ഷൻ എ ബൈ ബി ഈക്വൽ ടു എക്സ്. എക്സിൻ്റെ താഴെ ഒന്നുണ്ടെന്ന് വിചാരിക്കുക. ദെൻ എ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം അല്ലേ? എ ഈക്വൽ ടു എ ഇൻറ്റു 1 എ ഈക്വൽ ടു ബി ഇൻറ്റു എക്സ്. അപ്പോൾ എ കിട്ടണമെങ്കിൽ ബി എക്സ് ചെയ്യണം. ഇനി അതേപോലെ സി കിട്ടണമെങ്കിൽ ഡി ഇൻറ്റു എക്സ് ചെയ്യണം അല്ലേ? ഇനി നോക്കി, എയുടെ വാല്യൂ കിട്ടി ബി എക്സ് ആണ്, സിയുടെ വാല്യൂ കിട്ടി ഡി എക്സ് ആണ്. ഒന്ന് ഇട്ട് നോക്കാം നമുക്ക്. നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാത്തിലൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. ക്വസ്റ്റ്യൻ എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കാണണം. നോക്കാം നമുക്ക്. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എക്സ് ദ ഹോൾ സ്ക്വയർ. ബി എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ബി സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ. അതാണ് നമുക്ക് എക്ക് പകരം ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത് അല്ലേ? ഇവിടെ എയുടെ വാല്യൂ കണ്ടുപിടിച്ചു, ബി എക്സ് എന്നുള്ളതാണ്. അപ്പോൾ എക്ക് പകരം ഞാൻ എന്ത് ചെയ്തു? ബി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ കൊടുത്തു. കാരണം ഇവിടെ എക്സ് സ്ക്വയർ എ സ്ക്വയർ ആയതുകൊണ്ട്. പ്ലസ് വീണ്ടും ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയറിന് പകരം ഞാൻ ഡി എക്സ് എന്ന് കൊടുത്തു, സിക്ക് പകരം ഡി എക്സ് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ സി സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി സ്ക്വയർ എക്സ് സ്ക്വയർ ആയിരിക്കും പ്ലസ് ഡി സ്ക്വയർ. ഓക്കെ ആണോ? നോക്കിയേ, ഇനി എന്ത് ചെയ്യാം നമുക്ക്? രണ്ടിടത്തും ബിയുടെ ടേം ഉണ്ട്, അതുകൊണ്ട് ബിയെ ഞാൻ ഇനി പുറത്തേക്ക് എടുക്കുന്നു. ബി സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1. അതേപോലെ താഴെയും രണ്ടിടത്തും ഡി സ്ക്വയർ ഉണ്ട്, അതുകൊണ്ട് ഡി സ്ക്വയറിനെ ഞാൻ ഇനി കോമൺ ആയിട്ട് എടുത്തു. ബാക്കി അവശേഷിക്കും എക്സ് സ്ക്വയർ പ്ലസ് 1 അല്ലേ? ഇവിടുന്ന് ബി സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്. ഇവിടുത്തെ ബി സ്ക്വയറിന് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്ത് ചെയ്യും? 1 അവശേഷിക്കും. അതേപോലെ ഇവിടുത്തെ ഡി സ്ക്വയറിൽ നിന്നും ഡി സ്ക്വയറിന് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എക്സ് സ്ക്വയർ ഉണ്ട്. ഇവിടുത്തെ ഡി സ്ക്വയറിൽ നിന്നും ഡി സ്ക്വയറിന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അവശേഷിക്കുന്നത് 1 ആയിരിക്കും. ഇനി നോക്കിയേ, രണ്ടിടത്തും എക്സ് സ്ക്വയർ പ്ലസ് 1 നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാമല്ലോ. എക്സ് സ്ക്വയർ പ്ലസ് 1 കൂടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി എന്താ അവശേഷിക്കും? ബി സ്ക്വയർ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ എന്ന് കിട്ടും. ബി സ്ക്വയർ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ, ബി സ്ക്വയർ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ. മനസ്സിലായല്ലോ? ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദേ നോക്കിയേ, പി ഈസ് ടു ക്യൂ എന്ന് പറയുന്നത് എത്രയാ? പി ഈസ് ടു ക്യൂ 3:4 ആണ്. പി ഈസ് ടു ക്യൂ 3:4 ആണ്. അതേപോലെ ക്യൂ ഈസ് ടു ആർ എന്തിന് ഈക്വൽ ആണ്?
8:9 ഈക്വലാണ്, 8:9 ഈക്വലാണ്. അങ്ങനാണെങ്കിൽ P/R എത്രയാണെന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. P/R എത്രയാണ്? എന്താ ക്വസ്റ്റ്യൻ? P/Q = 3:4 ആണ്. Q/R = 8:9 ആണ്. അങ്ങനെയാണെങ്കിൽ P/R എന്ത്? P/R ഇതിൻ്റെ കൂടെ ഞാനൊരു ക്വസ്റ്റ്യനും കൂടെ ആഡ് ചെയ്യുകയാണ്. P/Q/R എത്രയാണ്? ഇതും കൂടെ എൻ്റെ കൂടെ ചെയ്തോ, അതാകുമ്പോൾ നമുക്ക് രണ്ടും പഠിക്കാം. P/Q/R എത്രയാണ്? നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിൽ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് ചെയ്തു കഴിഞ്ഞു. നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം രണ്ടാമത് പറഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാം. P/Q/R അല്ലേ? എളുപ്പവഴി എന്താ? നമ്മളിങ്ങനെ N തിരിച്ചിടുന്നതെന്നൊക്കെ പറഞ്ഞു. N തിരിച്ചിടുക, അല്ലെങ്കിൽ മലയാളാക്ഷരം ഗ എഴുതുക. ഇല്ലെങ്കിൽ നമ്മൾ വേറൊരു വഴി പഠിച്ചായിരുന്നു. ഇതേ നോക്കിയേ, P/Q/R കണ്ടുപിടിക്കാൻ വേണ്ടി എന്തുവാ? P/Q നമ്മൾ എന്ത് ചെയ്യും? 3:4. നോക്കിയേ, Pയുടെയും Qവിനെയും നേരെ താഴേക്ക് എഴുതും 3:4. ഇനി അടുത്ത വരിയിലായിട്ട് Q/R അതിനെ 8:9 അല്ലേ? Q/Rനെ ഇതാണ്ട് തൊട്ടടുത്ത വരിയിലായിട്ട് 8:9 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കണം. ഇവിടെ ആറിൻ്റെ ടേം ഇല്ല അല്ലേ? ഇവിടെ ആറിൻ്റെ ടേം ഇല്ല. അതുകൊണ്ട് നമുക്ക് തൊട്ടടുത്തുള്ള ആളെ എന്ത് ചെയ്യാം? ആ ടേമിലേക്ക് കൊടുക്കാം. തൊട്ടടുത്ത് 4 കിടക്കുന്നത്, അയാളെ ഞാൻ 6 കൊടുത്തു. അതേപോലെ ഇവിടെ നോക്കിയേ, Pക്ക് വാല്യൂ ഇല്ല. നമ്മൾ എന്ത് ചെയ്തു? തൊട്ടടുത്ത് കിടക്കുന്ന ആൾ ആരാ? 8നെ അവർക്ക് ഇട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക? നേരെ ഗുണിച്ചെഴുതുക അല്ലേ? നേരെ ഇങ്ങനെ എന്ത് ചെയ്യുക? ഗുണിച്ച് താഴേക്ക് എഴുതുക. ഇതാണ് P/Q/R. 8 × 3 24 8 × 4 32 9 × 4 36. ഇതാണ് നമ്മുടെ അംശബന്ധം. ഇതിനെ ഇനി നമ്മൾ ഏറ്റവും ലീസ്റ്റ് ഫോമിലേക്ക് എഴുതും അല്ലേ? ഇതിനെ ഏതെങ്കിലും കോമൺ ആയിട്ടുള്ള നമ്പർ കൊണ്ട് 3 വരെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും ലീസ്റ്റ് ഫോമിലേക്ക് എഴുതും. ഇതാണ് P/Q/R. ഇതിൽ നിന്നും P/R നമുക്ക് എടുക്കാം. P/R എങ്ങനെ എടുക്കാം? നമുക്ക് നോക്കിയേ, Pയുടെ വാല്യൂ 24 ആണ്, Rൻ്റെ വാല്യൂ 36 ആണ്. നമുക്ക് എടുക്കാം 24:36. 24:36 അങ്ങനെയും എടുക്കാം, അതും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു വഴി അറിയാമല്ലോ. എന്താ? P/R തരുവാണെങ്കിൽ, ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്ന വഴി എന്താണ്? നോക്കിയേ, ഇവിടെ P/Q തന്നിട്ടുണ്ട്. P/Q എന്ന് പറയുന്നത് 3:4 ആണ്. P/Q എന്ന് പറയുന്നത് 3:4 ആണ്. അടുത്ത Q/R എന്ന് പറയുന്നത് 8:9 ആണ്. 8:9 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന P/R കണ്ടുപിടിക്കണമെങ്കിൽ, P എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ ആൾ അല്ലേ? P എന്ന് പറയുന്നത് ആദ്യത്തെ ആൾ, R എന്ന് പറയുന്നത് അവസാനത്തെ ആൾ. അപ്പോൾ ആദ്യത്തെ ആളും അവസാനത്തെ ആളും തമ്മിലുള്ള റേഷ്യോ ആണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നേരെ ഈ അംശബന്ധം, ഈ റേഷ്യോസ് നേരെ ഗുണിച്ച് എഴുതിയാൽ മതി. 8 × 3 24, 8 × 3 24 9 × 4 36. കണ്ടോ? 24:36 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണോ? ഇനി ഇതിൻ്റെ ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് നമുക്ക് കൺവെർട്ട് ചെയ്യണം. 24നെ 36നെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏത് നമ്പറുണ്ട്? 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. 12:36നെ ചെയ്യുമ്പോൾ 18 എന്ന് കിട്ടും. ഇനിയും നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 12നെ നമ്മൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. 6 12 അല്ലേ? ഇനി 18നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 എന്ന് കിട്ടും. 18നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും. ഇനി 6നെയും 9നെയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6നെയും 9നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അപ്പം നമുക്ക് കിട്ടിയ റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. 2:3 ആണ് നമുക്ക് കിട്ടിയ റേഷ്യോ. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഓക്കെ, റേഷ്യോ എയ്ക്കും ബിക്കും കിട്ടിയ മന്ത്ലി ഇൻകത്തിൻ്റെ റേഷ്യോ ആണ് 9:8. എയ്ക്കും ബിക്കും കിട്ടുന്ന മന്ത്ലി വരുമാനത്തിൻ്റെ റേഷ്യോ ആണ് പറഞ്ഞേക്കുന്നത് 9:8. ഇനി അവരുടെ ചെലവുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് പറഞ്ഞേക്കുന്നത് 8:7. അവരുടെ ചെലവുകൾ തമ്മിലുള്ള റേഷ്യോ 8:7 ആണ്. ഇഫ് ദേ സേവ് 500 ഈച്ച്, അവരിനി 500 രൂപ, രണ്ടുപേരും 500 രൂപ സേവ് ചെയ്യുന്നെങ്കിൽ എന്താണ് എയുടെ മന്ത്ലി ഇൻകം? ക്വസ്റ്റ്യൻ മനസ്സിലായോ? അപ്പോൾ എയുടെയും ബിയുടെയും മന്ത്ലി ഇൻകം തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 9:8 ആണ്. അവരുടെ ചിലവുകൾ തമ്മിലുള്ള റേഷ്യോ 8:7 ആണ്. അവർ 500 രൂപ സേവ് ചെയ്യുന്നെങ്കിൽ എയുടെ മന്ത്ലി ഇൻകം എത്ര എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കാം. ഇവിടെ എയുടെയും ബിയുടെയും റേഷ്യോ എയുടെയും ബിയുടെയും വരുമാനം തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. എത്ര? 9:8 എന്ന് തന്നിട്ടുണ്ട്. 9:8. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എയുടെ വരുമാനം എന്ന് പറയുന്നത് 9x ആണ്, ബിയുടെ വരുമാനം എന്ന് പറയുന്നത് 8x ആണ്. ബിയുടെ വരുമാനം 8x ആണ്. ഓക്കെ, ഇത്ര അറിയാമല്ലോ നമുക്ക്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അവരുടെ ചെലവുകൾ അല്ലേ, അവരുടെ ചെലവുകൾ തമ്മിലുള്ള റേഷ്യോ 8:7 ആണ് അല്ലേ. ചെലവെന്ന് പറയുന്നത് നോക്കിയാൽ നമുക്കൊരു വരുമാനം കിട്ടുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയണം, എക്സാമ്പിൾ പറയണം. ഒരു 1000 രൂപയാണ് നമ്മുടെ വരുമാനം എന്ന് വിചാരിക്കുക. 1000 രൂപ നമ്മുടെ വരുമാനമാണ്. നമുക്ക് സേവിങ്സ് 500 രൂപയുണ്ട് എങ്കിൽ അതിനർത്ഥം എന്താ? 1000 രൂപ കിട്ടുന്നതിനകത്ത് നമുക്ക് 500 രൂപ സേവിങ്സ് ഉണ്ട് എന്നുള്ളെങ്കിൽ 1000 രൂപ കിട്ടുന്നതിനകത്ത് നമുക്ക് 500 രൂപ സേവിങ്സ് ആണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ബാക്കി 500 രൂപ നമുക്ക് ചിലവാണ്. അതല്ലേ അർത്ഥം? ചിലവ് കഴിഞ്ഞുള്ള ബാക്കി കാശല്ലേ നമുക്ക് സേവിങ്സ് ആയിട്ട് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേ ഇവിടെ നോക്കിയേ, എയുടെ വരുമാനം 9x ആണ്, എയ്ക്ക് 500 രൂപ സേവിങ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എയുടെ ചിലവെന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 9xൽ നിന്നും ആ 500 കുറയ്ക്കുന്നതല്ലേ. മനസ്സിലായോ? സേവിങ്സ് വരുന്നത് എന്താ? നമ്മുടെ വരുമാനത്തിൽ നിന്നും ചിലവ് കഴിഞ്ഞുള്ള ഭാഗമാണ് സേവിങ്സ്. അപ്പോൾ നമ്മുടെ വരുമാനം 1000 രൂപയാണെങ്കിൽ നമ്മുടെ സേവിങ്സ് ഒരു 500 രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കി 500 രൂപ എന്തിനു പോയി? നമ്മുടെ ചിലവിന് പോയി അല്ലേ. അത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എയുടെ വരുമാനം 9x ആണെങ്കിൽ അയാൾക്ക് 500 രൂപ സേവിങ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ചിലവ് എത്രയായിരിക്കും? 9x മൈനസ് 500 ആയിരിക്കും. അതേപോലെ ബിയുടെ വരുമാനം എന്ന് പറയുന്നത് 8x ആണ്. അയാൾക്കും 500 രൂപ സേവിങ്സ് ഉണ്ടെങ്കിൽ അയാളുടെ ചിലവ് എന്തായിരിക്കും? 8x മൈനസ് 500 ആയിരിക്കും അയാളുടെ ചിലവ്. ആ ചിലവുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 8/7 ആണ്. 8/7 ആണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? ആ ചിലവുകൾ തമ്മിൽ നമ്മൾ റേഷ്യോ എഴുതുവാണെങ്കിൽ ആ റേഷ്യോ 8:7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ എടുത്തെഴുതി. ഇനി നമുക്ക് ചെയ്യാൻ അറിയാം അല്ലേ. അപ്പോൾ ഇതുവരെ എടുത്തെഴുതുന്നതിലാണ് നമ്മുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇത് എടുത്തെഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി കണക്ക് സുഖമായിട്ട് ചെയ്യാം. ഓക്കെ, ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? 2 ഫ്രാക്ഷൻ ഈക്വൽ ഇട്ട് വന്നു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്പിൾ അല്ലേ. എന്ത് ചെയ്യും? 7 × 9x മൈനസ് 500 ഈക്വൽ ടു 8 × 8x മൈനസ് 500. എന്ത് ചെയ്യും? 7 × 9 7 × 9 എത്ര കിട്ടും? 63x മൈനസ് 5 × 7 35. അതുകൊണ്ട് 3500 എന്ന് എഴുതാം. ഈക്വൽ ടു 8 × 8 64x മൈനസ് 5 × 8 8 40 4000. ഇനി എക്സിൻ്റെ ടേം എല്ലാം ഒരിടത്ത് കൊണ്ടുവരിക. 63x ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അന്നേരം നമുക്ക് 64x മൈനസ് 63x എന്നായി അല്ലേ. ഈ 64 പ്ലസ് ആണ്. ഇവിടെ പ്ലസ് 63x ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി മൈനസ് 63x ആയി. ഓക്കെ ആണോ? ഇവിടെ നോക്കിയാൽ മൈനസ് 4000 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ എന്ത് ചെയ്തു? 63 അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. മൈനസ് 4000 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. പ്ലസ് 4000 ആയി. മൈനസ് 3500 ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇനി 64x നിന്ന് 63x പോയാൽ ബാക്കി ഒരു എക്സ്. എക്സ് എന്ന് പറയുന്നത് 4000 മൈനസ് 3500 എത്ര കിട്ടും? 500. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എനിക്ക് എത്ര കിട്ടി? 500 കിട്ടി. എക്സ് എന്ന് പറയുന്നത് 500 കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ദെൻ എ ഇസ് മന്ത്ലി ഇൻകം എത്ര? എയുടെ മന്ത്ലി ഇൻകം എത്ര? എയുടെ മന്ത്ലി ഇൻകം എത്ര? 9 × x ആണ്.
ഇവിടെ എക്സ് കണ്ടുപിടിച്ചു. അപ്പം 9 ഇൻറ്റു എക്സ് എത്ര 500. അപ്പം 9 ഇൻറ്റു 500 എത്ര കിട്ടും 4500. 9 ഇൻറ്റു 500 4500. ആൻസർ സി. മനസ്സിലായോ? ഓക്കെ. അപ്പം ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന എടുത്തെഴുതുന്നതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത്. അത് കഴിഞ്ഞുള്ളതെല്ലാം എന്ത് ചെയ്യുക, സാധാരണ നമ്മൾ ചെയ്തു പോകുന്നതാണ്.